Hi, welcome to Kochi, to everybody out here. ഹായ് എല്ലാവർക്കും നമസ്കാരം. I think you came in the same attire of the video. Right. Okay, so what do you have to tell them? Our JSK experience or rather the promo song experience to each and everybody out there. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ ഈ പ്രൊമോ സോങ്ങിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പ്രൊമോ സോങ്ങായിട്ട് മാത്രം ചെയ്യണോ, കാരണം ഞാനിപ്പോൾ ഹീറോയിനായിട്ട് മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എപ്പോൾ സോങ് കേട്ടോ ദാറ്റ് ടൈം ഐ ഡിസൈഡഡ് ഹാവ് ടു ഡു ദിസ് ബിക്കോസ് ബിൽഹരിയാണ് ഈ സോങ്ങിന് വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തീം ആവട്ടെ സോങ് ആവട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് താങ്ക് യു സോ മച്ച് പ്രവീൺ ചേട്ട ആൻഡ് ബിൽഹരി ഫോർ സെലക്ടിങ് മീ. മൂവി 27th റിലീസാവുകയാണ്. മൂവി വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. That's very nice. Like പറയുന്ന ഓരോ വാക്കിലും എക്സ്പ്രഷൻസ് മാറി വന്നിരിക്കും. അധികം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അത് എന്തായാലും പോയി കാണാൻ തോന്നുന്നു. So very happy to see you on screen, like as part of the promo. So thanks a lot. ഒരിക്കൽ കൂടി നല്ലൊരു കൈഡി കൊടുക്കാം. It is about this medium of entertainment. നമ്മൾ എല്ലാവരും വാതോരാതെ മലയാള സിനിമയെ കുറിച്ച് വളരെ പ്രൗഡായിട്ട് സംസാരിക്കുമ്പോൾ undoubtedly there is one thing. ഒരു മലയാള സിനിമ കണ്ട് ഒരു മലയാള സിനിമയിലെ ഡയലോഗ് കേട്ട് കോരിത്തരിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചത് ഒരേ ഒരാളാണ്. And that is നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. So Kochi, can we have a big round of applause? ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം സുരേഷിനെ ഞങ്ങൾ ഈ ഒരു ഗ്യാതറിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. We are all set to start. So പറഞ്ഞതുപോലെ തന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. കാരണം ഒരു ലീഗൽ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ലീഗൽ ത്രില്ലർ എന്ന ആ ഒരു ജോണറിൽ ഒരു മൂവി ദാറ്റ് ഈസ് മോസ്റ്റ്ലി റെയർ. പക്ഷെ ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സിനിമ ആസ്വാദകർക്കിടയിൽ. ആൻഡ് അങ്ങനെ ഒരു മൂവിയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അത് ആ ഒരു സ്ക്രീനിലേക്ക് എത്താൻ, എല്ലാവർക്കും ഒരുമിച്ച് അത് ആസ്വദിക്കാൻ. ആൻഡ് ആ ഒരു ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പ് ഇനി ദിവസങ്ങൾ മാത്രമാണ്. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ജൂൺ 27 എന്ന ആ തീയതിക്ക് വേണ്ടിയിട്ടാണ്. ഫോർ ദ വൈഡ് റിലീസ് ഓഫ് ദ മൂവി JSK, Janaki versus the State of Kerala. Can we have a big round of applause as we are all set to know the key in the ഒരു ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് സെറമണിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കാസ്റ്റ് ക്രൂ എല്ലാവരും നിങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഓഡിയോ ലോഞ്ചിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ഐ തിങ്ക് വി ഹാവ് ടു സെറ്റ് ദ സ്റ്റേജ് ഫോർ ഇറ്റ്. ടു സെറ്റ് ദ സ്റ്റേജ് ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഇതിന്റെ കമ്മിങ് ത്രൂ all set to come and hit the theaters on 27th of June. We would like to start by listening to your words, your experience about JSK and how it all started. See, this is my first movie. ഫസ്റ്റ് മൂവി എന്ന് മാത്രമല്ല, സുരേഷ് ഏട്ടൻ എൻ്റെ ഒരു ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളത് അതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സിനിമ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റിലും അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ഈ ഫിലിമിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ പ്രവീൺ ഈ സബ്ജക്റ്റായിട്ട് വന്നപ്പോൾ വളരെ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് തോന്നി ഈ പടം. ഇത് സുരേഷ് ചേട്ടൻ്റെ ഇത് മേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നു സുരേഷ് ചേട്ടൻ്റെ ഇത് ഒരു ഫസ്റ്റ് 100 crore മൂവി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thanks a lot. And he's there. I would like to say one thing. നമ്മൾ എപ്പോഴും വർഷങ്ങളായിട്ട് ഒരു ട്രെൻഡാണ്. When there is a movie, പണ്ടൊക്കെ നമ്മൾ ആദ്യം ആ ഒരു സ്ക്രീനിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവർ മാത്രമാണ് നമ്മൾ അറിഞ്ഞിരുന്നത്, കണ്ടിരുന്നത്. And then we started to acknowledge the crew behind. പക്ഷേ I think we should have a big round of applause for the production side and we should be acknowledging them. So ഒരു വലിയ കൈയടി കൊടുക്കാം. കാരണം ഓരോ സിനിമയും അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് പ്രൊഡക്ഷൻ സൈഡ് തന്നെയാണ്. Thanks a lot for your decision and making it true for all of us, for Malayalam industry. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ് about the benchmark that's going to be set
we're all waiting for 27th. So teaser നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടു and നമ്മളോടൊപ്പം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം വിളിക്കണം എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ I think let's go with some special faces to start with. ആദ്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Inviting വൈഷ്ണവി and അപർണ. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ഒരു സിനിമ 27th into the theaters വരുമ്പോൾ നമ്മൾ എല്ലാവരും കാണാൻ പോകുന്ന രണ്ട് മുഖങ്ങളാണ്. ആൻഡ് അതിൽ ഒരു മുഖം നമ്മൾ ഓൾറെഡി അത്യാവശ്യം കുറച്ചൊക്കെ അറിയുന്നതാണ്. കിഷ്കിന്ദാണ്ടൊക്കെ കണ്ടവർക്ക് we know this face already. But then ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാമല്ലോ. To come and join us onto the stage. So ladies and gentlemen, here we have Vaishnavi and Aparna. So very happy to have both of you to come and join us. And can we have the mics for them? So Vaishnavi, I think I'll start with you. And so Kishkindahandam, and now it is all about JSK. റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ്. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എന്താണ് നമ്മുടെ കൊച്ചിയിലെ സിനിമയെ ആഘോഷിക്കുന്നവരോട് പറയാനുള്ളത്? ഹലോ, JSK ആക്ച്വലി ഒരു തിയേറ്റർ വാച്ച് ചെയ്ത മൂവിയാണ്. സോ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും പോയി കാണും. ആക്ച്വലി ഈ സിനിമ ഞങ്ങള് 2002 തുടങ്ങുന്നത്. അങ്ങോട്ടുള്ള ജേർണിയാണ് ആക്ച്വലി അത്. സോ ആക്ച്വലി ഞാൻ AD ആയിട്ട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. അതിന് താങ്ക് യു പ്രവീൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഈ മൂവിലോട്ട് എന്നെ സെലക്ട് ചെയ്ത് രാജേഷേട്ടനാണ്, ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ്. രാജേഷേട്ടനോടെ ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. പടം ഇറങ്ങുന്നതിന്റെ എല്ലാ സന്തോഷവും എക്സൈറ്റ്മെന്റും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ചെറി. താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും മൂവി കാണണം. കണ്ട് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും കൂടി ഇതൊരു വലിയ വിജയം ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇത് എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ലൈക്ക് ഇത്രയും വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ എക്സ്പീരിയൻസ്. കാത്തിരിപ്പായിരുന്നു കുറേ നാളായിട്ട്. കാരണം ഇത് കഴിഞ്ഞ് കണ്ട മൂവി റിലീസായി, ബട്ട് ഇത് റിലീസ് ആവുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റിലീസ് ആവാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു റിലേഷൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻ്റ് ആണ് സീരിയസ്ലി. ആൻഡ് സാറിനെ കണ്ട ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ഫുൾ പാനിക്കായി പോയി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കാണുമെന്ന് പ്രതീക്ഷിച്ച ആളാണല്ലോ. ഇത്രയും വലിയൊരു ആക്ടറിനെ നേരിട്ട് കണ്ട് ആ ഒരു കോച്ചിങ്ങിൽ സാറിൻ്റെ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും തോന്നി. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് റിലീസ് ആവാൻ വേണ്ടി. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി മൂവി കാണുക. അത്ര അടിപൊളി മൂവി. ഫസ്റ്റ് ടൈം കാണുന്നതിന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ അത് ആക്ച്വലി ഇവളെന്നെ അടുത്തിരിക്കുകയായിരുന്നു. ഇവിടെ സാറ് കണ്ടപ്പോ എനിക്ക് മോശം കൂടുന്നുണ്ട്. എന്നെ തോണ്ടി ആക്ച്വലി നമ്മൾ ബ്രെയിൻ പറയുന്നവരെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. പേടിച്ചിട്ട് പറയാം എന്റെ കൈയും കണ്ടു കിടക്കുന്നത്. ആൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അന്ന്. പിന്നെ സെക്കൻഡ് ഡേ സാറിനെ കണ്ടപ്പോഴാണ് ആള് ടെൻഷനൊക്കെ കുറഞ്ഞത്. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇവള് ആക്ച്വലി ടെൻഷൻ അടിച്ചിരിക്കുമ്പോ സാറിന് വന്നിട്ട് BP കുറവുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേനും അവള് കിളിപ്പോയി. അവള് എനിക്ക് തല കറങ്ങണു എന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്തതല്ല ഇത്രയും ആക്ടറിലൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്. സോ ആ ഒരു എക്സൈറ്റ്മെന്റും എന്താ സാറിനെ കണ്ടൊരു ഇതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയതാ. ഇവര് രണ്ടൊരു സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ആർക്കെന്ത് സംസാരിക്കുന്ന മാറി 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 മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ച് ആകെ ബഹളമുള്ളവര്. But anyway, ആ ഒരു എക്സൈറ്റ്മെന്റ്, we are all waiting for the day. So നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ we'll all be in the theater. So ഒരു നല്ല ഐഡിയ കൊടുക്കാം, like you know, like for journey ahead. ഇപ്പൊ പറഞ്ഞ പോലെ your first movie, ഇതിലും നമ്മളല്ല, ഇതിലും നല്ലൊരു തുടക്കം എന്താ. So I can see the excitement on your face. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല മൈക്ക് ഫസ്റ്റ് മൂവിയാണ്, അത് കഴിഞ്ഞ് ചെയ്തത് റിലീസായി. ബട്ട് ഇതാണ് എൻ്റെ എന്താ പറയുക കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം എന്താണ് സിനിമ എന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റി. ഒന്നും അറിയാണ്ടാണ് സെറ്റ് വന്നത്. പിന്നെ എന്താ പറയാ, അനു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്യുന്ന ടൈമില്. അനുവിന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് രണ്ടുപേരും ഓൺ സ്ക്രീൻ വരുന്നത്. സോ ഓക്കെ, 3 പേരും ഒപ്പം
ഒരു ട്രയാങ്കിൾ കോംബോ. ഓക്കെ, സോ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എനിവേ വൺസ് അഗൈൻ ഒരു നല്ല കൈയടി കൊടുക്കാം for both of them. Thanks a lot for joining and we're all waiting for the day. Yeah, thank you for joining. I'll take the yes. But then very simple and down to earth. Ladies and gentlemen, ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം അസ്കർ അലി. ഹായ് അസ്കർ. ആളെത്ര ഡൗൺ ടു എർത്ത് ആണോ അത്രയും പതുക്കെ തന്നെയാണ് നടക്കുന്നത്. ഞാൻ വിളിച്ചിട്ടൊരു 5 മിനിറ്റ് ആയി, പക്ഷേ വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ. ആൻഡ് എന്താണ് JSK വിശേഷം ഞങ്ങളോട് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു പതുക്കെ നടന്നാലും സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എത്തിയാൽ മതി എന്ന് തോന്നുന്നു. കറക്റ്റ്. ഈ എത്ര പേര് എന്നെ ഇതിനു മുമ്പ് സിനിമ കണ്ട് ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് JSK എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരിക്കും. താങ്ക് യു സുരേഷ് ചേട്ടാ, താങ്ക് യു പ്രവീൺ ചേട്ടാ. ഇനി പറയുന്നത് അത് എന്താണ് സിനിമ വിശേഷങ്ങൾ? പക്ഷെ അതിനു മുൻപ് എത്ര പേരെന്നെ സിനിമയിൽ കണ്ട് അറിയുമെന്ന് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു മുഖം നമുക്ക് പല രീതിയിൽ സുപരിചിതമാണ്. ഒന്ന് ചെറിയൊരു ചായ, ആ ശബ്ദം, പക്ഷെ അതിനൊക്കെ അപ്പുറം ആ ഒരു ഡെബ്യൂ മൂവി ലൈക്ക് ഹണിബീ 2.5 അത് കാണാത്തവർ വളരെ കുറവാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വി സ്റ്റിൽ ഹാവ് യു ഹിയർ. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ കംബാക്ക്. വി ആർ ഓൾ വെയിറ്റിംഗ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് JSK? എനിക്ക് ഭയങ്കര എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്തത് പ്രവീൺ ചേട്ടനും കെ കൃഷ്ണൻ എന്ന് പറയുന്ന ഇവിടെയാണ്. എനിക്ക് എന്താ പറയുക, സുരേഷ് ചേട്ടന്റെ പടം എന്ന് പറയുമ്പോൾ അതിലേക്ക് വിളിക്കുക, എനിക്ക് അതുപോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പ്രവീൺ ചേട്ടൻ ഞാൻ ഉറപ്പായിട്ടും, എനിക്ക് അത്രയും സന്തോഷം. കാര്യം ഞാനൊക്കെ ഈ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് സുരേഷ് ചേട്ടന്റെ സിനിമകൾ കണ്ട് അതിന് കൈയടിച്ചിട്ടുള്ളവരാണ്. അതായത് TV കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. സുരേഷ് ചേട്ടന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ചെയ്യുക, സ്ക്രീൻ ഷെയർ ചെയ്യുക, അതൊക്കെ എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ് എനിക്ക് ഏതൊരു ആക്ടറിന്റെ. അപ്പോൾ സോ ലക്കി. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു എന്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും എങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളോടൊപ്പം ഉണ്ടാവും കാണാനായിട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഒരു വലിയ കൈയടി കൊടുക്കാൻ. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുഖം ഓർമ്മയുണ്ടാവും എന്നൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ എല്ലാം അറിയിക്കേണ്ട നമ്മളാണ്. അപ്പൊ ഒരു സ്ട്രോങ് കൈയടി കൊടുത്താലോ ഈ മുഖം ഓർമ്മയുള്ള എല്ലാവരും ഒരുമിച്ച്. താങ്ക് യു. ഇനി ഇവിടെ ഉണ്ടാവാൻ ശ്രമിക്കുക. അല്ല ഉണ്ടാവണം. ഉണ്ടാവും. അതാണ്. യെസ്. സോ താങ്ക്സ് എ ലോട്ട്. ആൻഡ് മൂവിംഗ് ഓൺ.